നമസ്കാരം. പാകിസ്ഥാനെ തീർക്കാൻ ഇന്ത്യക്ക് പിന്തുണ നൽകി ബലൂചിസ്ഥാൻ. കഴിഞ്ഞ ദിവസമാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ ഒരു നിർണായകമായ കത്ത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിക്കുന്നത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ ഭരണാധികാരികൾ നൽകിയ ഒരു കത്ത്. അതാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പേരിൽ ലഭിച്ചത്. ആ കത്തിൽ പറയുന്നത് അതിനിർണായകമായ ചില കാര്യങ്ങളാണ്. ബലൂചിസ്ഥാനിലെ 6 കോടി വരുന്ന ജനത ഇന്ത്യയെ അവരുടെ സൗഹൃദ രാജ്യമായി കണക്കാക്കുന്നു. ബലൂചിസ്ഥാന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് അവർ നന്ദി അറിയിക്കുന്നു. ബലൂജ് മേഖലയിൽ പാകിസ്ഥാൻ നിരന്തരം നടത്തുന്ന സ്ഫോടനങ്ങൾ, ചാവേറാക്രമണങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിയിട്ടുണ്ട്. ബലൂചിസ്ഥാന്റെ ഇത്രയും കാലത്തുള്ള നിലനിൽപ്പിന് ഇന്ത്യ നൽകിയ സഹായങ്ങളെ സ്മരണയോടെ ഓർക്കുന്നു. ഇനിയും ഇന്ത്യയുമായി സൗഹൃദപരമായ ഒരു നീണ്ട കാലം ഉറപ്പിക്കാനുള്ള എല്ലാ താല്പര്യങ്ങളും തങ്ങൾക്കുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് തങ്ങളുടെ ആവശ്യം വരികയാണെങ്കിൽ ഇന്ത്യയെ പരമാവധി തങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. ഇന്ത്യയുമായി എല്ലാ കാലത്തും ഒരു സൗഹൃദം തുറന്നു കൊണ്ടുപോവുകയാണ് തങ്ങളുടെ ലക്ഷ്യം. ഇതാണ് ഈ കത്തിന്റെ ചുരുക്കം. ബലൂചിസ്ഥാൻ നേരത്തെ തന്നെ ഇന്ത്യയോട് അടുപ്പം കാട്ടുന്ന ഒരു പ്രവിശ്യയാണ്. പാകിസ്ഥാനിലെ ഒരു ഭൂപ്രദേശമാണെങ്കിൽ പോലും വർഷങ്ങൾക്ക് മുൻപ് തന്നെ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു മേഖലയാണ് ബലൂജ് മേഖല. ബലൂജ് ലിബറേഷൻ ആർമി BLA, ആ BLA നിരന്തരമായി പാകിസ്ഥാനുമായി ഏറ്റുമുട്ടൽ നടത്തുന്നു. പാകിസ്ഥാന്റെ സൈന്യത്തെ ആ മേഖലയിൽ നിന്ന് തുരത്തി ഓടിക്കാൻ സദാ ജാഗരൂകത പാലിക്കുന്നു. ആ ബലൂജ് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിലുള്ള ബലൂജ് പ്രവിശ്യയിലെ സമാന്തര ഭരണകൂടമാണ് ഇപ്പോൾ ഇന്ത്യക്ക് കത്തയച്ചിരിക്കുന്നത്. ഈ കത്തിന് പിന്നിൽ എന്താണ് ലക്ഷ്യം? ലക്ഷ്യം മറ്റൊന്നുമല്ല, സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ബലൂജ് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമായി ലോകം അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനവർക്ക് ആദ്യമായി അംഗീകാരം വേണ്ടത് ഇന്ത്യയുടേതാണ്. ഇന്ത്യയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ തന്നെ പകുതി വിജയിച്ചു എന്ന് അവർക്കറിയാം. ആ അംഗീകാരത്തിന് വേണ്ടി അവരിതാ സ്വമേധയാ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് ഔദ്യോഗികമായ ഒരു കത്ത് നൽകിയിരിക്കുന്നു. അതായത് സാധാരണ ഒരു രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം മറ്റൊരു രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് എങ്ങനെയാണോ കത്ത് നൽകുന്നത്, അതിന് സമാനമായ ഒരു കത്ത് ബലൂജ് പ്രവിശ്യയിലെ BLAയുടെ അധികാരികൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നു. ഇന്ത്യ കത്ത് സ്വീകരിച്ചു. ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഈ കത്തിനെ, ബലൂജ് പ്രവിശ്യയുടെ കത്തിനെ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ ബലൂചിസ്ഥാൻ എന്ന രാജ്യത്തെ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ഇരട്ടി പ്രഹരം കൊടുക്കുകയാണ് ഇന്ത്യ. ബലൂചിസ്ഥാൻ എന്ന രാജ്യത്തെ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാന് പിന്നിൽ ഇന്ത്യ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. പാകിസ്ഥാനെ നെടുകയും കുറുകയും പിളർത്താൻ ഇന്ത്യയുടെ വമ്പൻ നീക്കം. പാകിസ്ഥാനെ നെടുകയും കുറുകയും പിളർത്തി പാകിസ്ഥാനെ കണ്ടം തുണ്ടമാക്കാൻ ഇന്ത്യയുടെ വമ്പൻ പരിശ്രമം. ഇത് ഉറപ്പിച്ച് നമുക്ക് പറയാം. ഇങ്ങനെയാണ് ഈ വാർത്തയെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. മറുഭാഗത്ത് ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ മറ്റൊരു രാജ്യം കൂടി ഉദയം കൊള്ളുകയാണ്. അതിന്റെ നേതൃത്വം കൊടുക്കുന്നതാകട്ടെ ബലൂജ് ലിബറേഷൻ ആർമി അല്ല, അതിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ TTK ആണ്, തെഹ്രീക്ക് താലിബാൻ. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ആ മേഖലയിൽ തന്നെ പുതിയൊരു രാജ്യത്തിന്റെ ഉദയം അധികം വൈകാതെ ഉണ്ടാകും. അതിനു പിന്നിലും ഇന്ത്യയുടെ ചില കളികളുണ്ട്, ഇന്ത്യയുടെ ചില കരങ്ങളുണ്ട്. എന്തായാലും ബലൂജ് ലിബറേഷൻ ആർമിയെ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു. പാകിസ്ഥാനെ കണ്ടം തുണ്ടം കീറിമുറിക്കാൻ ഇന്ത്യയുടെ വമ്പൻ നീക്കം. പാകിസ്ഥാനിൽ ഒന്നല്ല 2 രാജ്യങ്ങൾ പുതുതായി ഉദയം ചെയ്യുകയാണ്. പാകിസ്ഥാനെ കീറിമുറിക്കാൻ ഇന്ത്യയുടെ വജ്രായുധം. ഇന്ത്യയുടെ പിന്തുണയോടുകൂടി ബലൂചിസ്ഥാൻ എന്ന പുതിയ രാജ്യം ഉദയം ചെയ്തിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാം. ബലൂചിസ്ഥാൻ എന്ന രാജ്യം ഔദ്യോഗികമായി ഇന്ത്യക്ക് കത്തയച്ചിരിക്കുന്നു. ബലൂചിസ്ഥാനെ ഔദ്യോഗികമായി അംഗീകരിച്ച് ഇന്ത്യയുടെ നിർണായകമായ നയതന്ത്ര ഇടപെടൽ. പാകിസ്ഥാന്റെ അന്ത്യം അധികം വൈകാതെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാം. We'll be right back.